വദനമപി കരചരണമല്ല ശൗര്യാസ്പദം. വാനരന്മാർക്കോ വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ഝടി ദിവസനേന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലാതകനിവൻ അറിക നിസ്തേജനെന്നു തൽക്കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കവികുലം. ദശവദന വചനമിതു കേട്ടു രക്ഷോകുലം ദീനത കൈവിട്ടു വാതാത്മജന്റെ വാൽ. തിലരസകൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതര ചുറ്റും ദശാന്തരേ. അതുലബലനചലത തരം അവിടെ മരുവീടിനാൻ അത്യായത സ്ഥൂലമായതു വാൽത്തതാ. അവിടെ രണ്ട് വരി ചില പ്രസിദ്ധീകരണങ്ങളിലില്ല. ദശവദന വചനം ഇത് കേട്ടു രക്ഷോകുലം ദീനത കൈവിട്ടു വാതാത്മജന്റെ വാൽ എന്നുള്ളത് എൻ്റെ പുസ്തകത്തിലില്ലാത്തതാണ്. ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകത്തിനകത്തില്ല. എന്നാൽ പഴയ രാമായണങ്ങളിലെല്ലാം അതുണ്ട് തന്നെ. അത് നിങ്ങളുടെ പിന്നിൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ രണ്ട് വരി ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ടതാണ്. അതാ ദശവദന വചനമിതു കേട്ടു രക്ഷോകുലം ദീനത കൈവിട്ടു വാതാത്മജന്റെ വാൽ. തിലരസ കൃതാദി തിലരസം പറഞ്ഞാൽ എള്ളെണ്ണ എന്നാണ്. തിലരസ കൃതാദി പിന്നെ നെയ്യ്. കൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതര ചുറ്റും ദശാന്തരേ. അതുലബലനചലതരമവിടെ മരുവീടിനാൻ അത്യായത സ്ഥൂലമായതു വാൽത്തതാ. വസനഗണമഖിലവുമൊടുങ്ങിച്ചമഞ്ഞിതു വാലുമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടുവന്നു ചുറ്റിടിനാർ. അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവ് അങ്ങുമിങ്ങും ചെന്ന് കൊണ്ടുവന്നിടിനാർ. തിലജഘൃത സുശ്രേയ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവനു വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീതശേഷവും. സ്നേഹം എന്ന് പറയാൻ എണ്ണ എന്നാണ്. അലമലമിതമലനിവൻ എത്രയും ദിവ്യൻ ഇതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതിനന അനലമിനി വാലധിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരും അതു പൊഴുത് തീ കൊളുത്തിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാധികൾ. രാക്ഷസന്മാര് ഹനുമാന്റെ വാലിന്റെ തുമ്പിൽ തീ കൊളുത്തി. ബലസഹിതം അബലമിവ രജ്ജുഖണ്ഡം കൊണ്ടു ബദ്ധ്വാ കയറിട്ട് കെട്ടി. ദൃഢതരം ധൃത്വാ കവിവരം കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ. കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളയും ഉടനുടനറഞ്ഞറിഞ്ഞ് അങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു. ബലമുടവൻ അതിചപലമചല നിഭഗാത്രനായി. ബലമുടവൻ അതിചപലം അചല നിഭഗാത്രനായി. ബന്ധവും വേർവെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ.
ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയൊടുരസും അളവുയരമിയലുന്ന ഉടുപതിയൊടുരസും അളവുയരവിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറി മേവിടിനാൻ. ഉദവസിത നികരം ഉടനുടൻ ഉപരിവേഗമോട് ഉൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം. ഉദവസിത നികരമുടനുടൻ ഉപരിവേഗമോട് ഉൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലം അനിലാത്മജൻ കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയോട് അവൻ അചലമോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരഗരഥ ബലപദാദികൾ പങ്ക്തിയും ഗജതുരഗരഥ ബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. അനലശിഖകളും അഗ്നിജ്വാലകളും അനലശിഖകളും അനിലസുതഹൃദയവും ഹനുമാന്റെ മനസ്സും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. വിബുധപതിയോടു നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ ഞാൻ മുമ്പേ എന്ന ഭാവത്തിൽ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുധനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിത് അത്ഭുതം. അത് നല്ലൊരു വരിയാണത്. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂമിയിൽ കിട്ടാവുന്നതിലപ്പുറമുള്ള വിവിധങ്ങളായ പലതരത്തിലുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വച്ചിരിക്കുന്ന ലങ്കാപുരി. അങ്ങനെ ഭൂതി പരിപൂർണമായിരുന്ന ഐശ്വര്യം പരിപൂർണമായിരുന്ന ലങ്കയും പിന്നെ അനിലസുതൻ ഹനുമാൻ ഇപ്രകാരം ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിത് മുഴുവൻ ഭാസ്വമായി തീർന്ന അർത്ഥം. ഭൂതിക്ക് ഭാസ്വമെന്നും കൂടി അർത്ഥമുണ്ട്. ദശവദന സഹജഗൃഹവെന്നിയേ. ദശവദന സഹജൻ എന്ന് പറഞ്ഞാൽ വിഭീഷണൻ എന്നാണ്. ദശവദനൻ്റെ സഹജൻ, ഒപ്പം പിറന്നവൻ സഹോദരൻ. അത് നല്ല ആള് വിഭീഷണനാണല്ലോ, അത് പറഞ്ഞിരുന്നു. അയാളുടെ വസതി മാത്രം ദഹിച്ചില്ല. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയ ഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടാൽ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമതുവെന്ത് ഓരോ കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗ പതിക്കയും ഉടലുരുകി ഉടനുഴറി അലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിൽ ഏറിയും ദഹനനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണ് പിടഞ്ഞു മരിക്കയും. മമതനയ രമണ ജനക പ്രാണനാഥ ഹാ മാമകം കർമ്മം അയ്യോ വിധി ദൈവമേ. മരണമുടൻ ഉടലുരുകി മുറുകി വരിക എന്നതു മാറ്റുവാൻ ആരുമില്ലയോ. ശിവ ശിവ ദുരിതമിതു രജനിചര വരവിരചിതം ദൃഢം. മറ്റൊരു കാരണമില്ല ഇതിനിതുമേ. പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാവിദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം.
അറിയിൽ അനുചിതമതു മതേന ചെയ്തിടായ്വിൻ ആരും അതിൻ്റെ ഫലം ഇതു നിർണയം. അറിയിൽ അനുചിതമത് മതേന ചെയ്തിടായ്വിനാരും അതിൻ്റെ ഫലമിതു നിർണയം. മനുജതരണിയെ ഒരു മഹാഭാവി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദന ശര പരവശതയോടു ചപലനായി വൻമാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമുട് അനുദിന വണഞ്ഞു പിടിച്ച് അതികാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സി മരുവിന തപോമയ പാവകൻ ആദ്യ രാജ്യേ പിടിപെട്ടിതു കേവലം എന്നിങ്ങനെ ആളുകൾ വിലപിക്കാൻ തുടങ്ങി, ശക്തമായി വിലപിക്കാൻ തുടങ്ങി. രാവണനെ കുറ്റം പറയുകയും മഹാഭാവി എന്ന് എപ്പോഴും ഉറക്കെ വിളിച്ചു പറഞ്ഞും ഈ ദുഃഖങ്ങളെല്ലാം അയാൾ മൂലമാണ് തങ്ങൾക്കെല്ലാം വരുന്നതെന്ന് ആക്രോശിക്കുകയും അതിൽ രാവണൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടമാകണമെന്ന് ശാപവാക്കുകൾ എപ്പോഴും പറയുകയും ചെയ്തുകൊണ്ട് ഒരു വായുടെ ജനങ്ങൾ മുഴുവൻ ഇളകി മുഴുവനായിട്ട് ലങ്കയിൽ അവിടെ ഇവിടെയും ഓടി നടന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്താണ് ഇനി കിം കരണീയം, എന്താണ് ചെയ്യാനായിട്ടുള്ളത്, ഒന്നുമില്ല ചെയ്യാൻ. അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. ബാക്കി കുറച്ച് ഭാഗം കൂടെ നമുക്ക് നോക്കാം. നിശിചരികൾ ബഹുവിധം ഓരോന്നേ പറകയും നിൽക്കും നിലയിലേ വെന്തുമരിക്കയും ശരണമിഹകമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവരേഷ്ടദൂതൻ ത്രിയാമാചര രാജ്യം 700 യോജനയും ക്ഷണാൽ സരസബഹുവിഭവയുത ഭോജനം നൽകിനാൽ സന്തുഷ്ടനായത് പാവകദേവനും ലഘുതരം അനിലതനയൻ അമൃതനിധി തന്നിലേ ലാങ്കൂലവും തച്ചു തീ പൊലിച്ചിടിനാൽ പവനജനുദഹനനവി ചുട്ടതില്ലേതുമേ പാവകനിഷ്ടസഖിയാക കാരണം പതിനിരതയാകിയ ജാനകീദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിതനയാ കൃപാവൈഭവം അദ്ഭുതം അത്യന്ത ശീതളനായിതു വന്നിയും രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നീടുന്നു. തദഭിമതകാരിയായുള്ള ദൂതന് സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ ഭവതീയതി മനുജജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൽ ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂത താപാവഹം. അത് നോക്കണം വരി. ഭൂത ദൈവാത്മസംഭൂത താപാവഹം. താപാവഹം ദുഃഖം കളയുന്നതിന് വേണ്ടി. തതനു കവികുലവരനും അവനി തനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൽ അഹമിനിയു മുഴറി നടകൊള്ളുവൽ അക്കരയ്ക്ക് ആജ്ഞാപയാശു ഗച്ഛാമി രമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദുരിതം ആഗമിച്ചിടും ആനന്ദസേനാസമം മനസി തവ ചെറുതു പരിതാപമുണ്ടാകുല മത്ഭരം കാര്യമിനി ജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോട് ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും മമ രമണചരിതമുര ചെയ്ത നിന്നെ കണ്ട് മാനസതാപമകന്നിതു മാമകം. കഥവിനിയും അഹമിഹ വസാമി ശോകേന മൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ
ജനകനൃപ ദുഹിതൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൽ കളകശുചമിനി വിരഹം അലം അതിനുടൻ മമ സ്കന്ധമാരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിടുവൽ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൾ. അതിനു തവ കരുതുമളവിൽ ഒരു ദണ്ഡമൻ ആത്മനി വന്നിതു വിശ്വാസമാദ്യമേ ശുഭചരിതനതിബലമുടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദ്യൈരഭിസാഗരം കവികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നുകൊണ്ടുപോക ആശുമാം. മറിവോടൊരു നിശിരഹസി കൊണ്ടുപോയാൽ അതുമൽ പ്രാണനാഥ കീർത്തിക്ക് പോരാദൃഢം. രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്ത് രാവണനെ കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരഭസമയിതനയ വേല ചെയ്തിടു നീ. അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇതി സദയം അവനോട് അരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും. പിന്നെ വാതാത്മജൻ തൊഴുത് അഖില ജനനിയോട് യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ട് ചാടിയിടിനാൽ.